ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. LPG പ്രതിസന്ധി പരിഹരിക്കാൻ 10 കിലോയുടെ സിലിണ്ടർ വിതരണം പരിഗണനയിൽ. നിലവിലുള്ള 14.2 കിലോ സിലിണ്ടറിൽ തന്നെ 10 കിലോ നിറച്ച് പരമാവധി ആളുകളിലേക്ക് LPG എത്തിക്കുകയാണ് ലക്ഷ്യം. 14 കിലോ സിലിണ്ടറിൽ 10 കിലോ എന്ന സ്റ്റിക്കർ പതിച്ചാകും വിതരണം. ഒപ്പം വിലയും ഇളവ് വരുത്തും. നിലവിൽ ഗാർഹിക സിലിണ്ടർ വിതരണത്തിന് സമയപരിധിയടക്കം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും ഇറക്കുമതിയിലെ കുറവുമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് എണ്ണ കമ്പനികളെ പ്രേരിപ്പിക്കുന്നത്. പരിമിതമായ സ്റ്റോക്ക് ഉപയോഗിച്ച് കൂടുതൽ കുടുംബങ്ങളിലേക്ക് ഗ്യാസ് എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 14.2 കിലോ സിലിണ്ടർ 35 മുതൽ 40 ദിവസം വരെ ഉപയോഗിക്കാം. 10 കിലോ സിലിണ്ടർ ഏതാണ്ട് 1 മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് കണക്കാക്കുന്നു. സിലിണ്ടറിൽ ഗ്യാസിന്റെ അളവ് കുറയുന്നതനുസരിച്ച് അതിന്റെ വിലയും ആനുപാതികമായി കുറവ് വരുത്തും. LPG പ്രതിസന്ധി രൂക്ഷമായതോടെ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഹോട്ടലുകളും ചായക്കടകളും ഉപയോഗിക്കുന്നത് തടയാൻ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാൻ കാർഡിനായി അപേക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ മാറ്റം വരുന്നു. ഏപ്രിൽ 1 മുതൽ പാൻ കാർഡിന് അപേക്ഷിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ കൂടുതൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരും. കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ് പാനുമായി ബന്ധപ്പെട്ട് പരിഷ്കരണം കൊണ്ടുവന്നത്. പുതിയ പാൻ ചട്ടം കാലതാമസം, അധിക പേപ്പർ വർക്കുകൾ, ബാങ്കിംഗ്, നികുതി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഏപ്രിൽ 1 മുതൽ ആധാർ മാത്രം ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. ജനനത്തീയതിയുടെ തെളിവായി അപേക്ഷകർ ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ കൂടി അധിക രേഖയായി സമർപ്പിക്കണം. എന്നാൽ മാർച്ച് 31 വരെ ആധാർ ഉപയോഗിച്ച് മാത്രം അപേക്ഷിക്കാം. അതിനുശേഷം മികച്ച പരിശോധന ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പ്രക്രിയ കർശനമാക്കുന്നത്. പുതിയ ആദായ നികുതി ചട്ടം അനുസരിച്ച് പഴയതിന് പകരം പുതിയ പാൻ അപേക്ഷാ ഫോമുകൾ വരും. ചില അപേക്ഷകർക്ക് കൂടുതൽ വിശദമായ വിവരങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് അപേക്ഷാ ഫോമിൽ മാറ്റം വരുത്തിയത്. പുതുക്കിയ ആദായ നികുതി ചട്ടവുമായി ചേർന്നു പോകുന്നതിനാണ് ഫോമിൽ മാറ്റം വരുത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.